ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചന പഠന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വളവറ്റ കരുണയും സ്നേഹവും അതുപോലെ കരുതലും ഇല്ലെങ്കിൽ ഒരു നാളും അവൻ്റെ വചനം പഠിക്കാനോ അതിനനുസരിച്ച് ജീവിക്കാനോ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കാനുള്ള ദൈവകൃപയും ആത്മനിറവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിക്കാനും ദൈവത്തിൻ്റെ അളവറ്റൊരു കരുണ നമുക്ക് ആവശ്യമുണ്ട്. എത്രയോ ആളുകൾ വചനം കേൾക്കുന്നുണ്ടെങ്കിലും വചനപ്രകാരം ജീവിക്കുന്നില്ല. വെറുതെ കേട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വചനം കേട്ട് തങ്ങളെ തന്നെ വഞ്ചിക്കരുതെന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേൾവി ഒരു വഞ്ചനയായി, ആത്മവഞ്ചനയായി തീരാതെന്നും കേൾക്കുന്നത് പാലിക്കാനുള്ളൊരു കൃപയ്ക്കുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അതിനൊരാഗ്രഹത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. അതോടൊപ്പം തന്നെ അപ്പോസ്തലന്മാരെ ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണല്ലോ. അവരുടെ മധ്യസ്ഥം കൂടെ നമുക്ക് ഈ സമയത്ത് യാചിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് വരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാം. ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുവാനായിട്ട് പരിശ്രമിച്ചു. ഇന്ന് 6-ാം അധ്യായമാണ്. 5-ാം അധ്യായത്തിൽ യേശു ഗിരിപ്രഭാഷണം എന്നാണല്ലോ ഈ 3 അധ്യായങ്ങൾ അറിയപ്പെടുന്നത്. ഒരു മലമേൽ കയറിയിരുന്ന് ശിഷ്യന്മാരെ കൂട്ടി വരുത്തി അവരെ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാം അധ്യായം ആരംഭിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചന പ്രകാരമാണ്: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. ഇങ്ങനെയാണ് എഴുതി വയ്ക്കുന്നത്. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതായത് നീതി എന്ന് പറയുമ്പോൾ മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്: നിങ്ങളുടെ സൽപ്രവർത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറയുകയാണ്. എന്നിട്ട് ഒരു താക്കീത് കൂടെ തരുന്നുണ്ട്: അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അതുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ കൽപ്പനയുമാണ്. എന്നാൽ സൽപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതിൻ്റെ പിറകിലുള്ള പ്രചോദനം നമ്മളെ തന്നെ സമൂഹമധ്യേ നല്ലവരാണെന്ന് കാണിക്കാനും, നമ്മൾ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നവരാണെന്നും അല്ലെങ്കിൽ പ്രാർത്ഥനാ മനുഷ്യരാണെന്നും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി കർത്താവ് പറയുകയാണ്: അങ്ങനെയുള്ളവർക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം ഇല്ല എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുക. അപ്പോൾ കർത്താവ് അതിന് 2-3 നിർദ്ദേശങ്ങൾ തരുന്നത് 2-3 മേഖലകളെ പറ്റി പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. ഒന്ന്, മറ്റുള്ള ഒരു മനുഷ്യന് ഒരു സഹായം ചെയ്യുമ്പോൾ അത് 4 പേര് അറിയണമെന്ന് നമ്മൾ ആരും ശഠിക്കരുത് എന്ന് കർത്താവ് പറയുകയാണ്. അതിനെപ്പറ്റി പറയുകയാണ്: നിന്റെ വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ പോലും അറിയരുത്. വലങ്കൈ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെയല്ലേ ഇടത് കൈ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ.
നമ്മുടെ വലത് കൈ കൊടുക്കുമ്പോൾ ഇടം കൈ അറിയാതിരിക്കണമെങ്കിൽ എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെടണം. അതേപോലെ ഇതിൻ്റെ ഒരു തീക്ഷ്ണത കാണിക്കാൻ വേണ്ടിയിട്ടാണ് യേശു അത് ഇങ്ങനെ പറയുന്നത്. അതായത് അത്രമേൽ ആരും അറിയാതെ വേണം മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ കരുതാനും. ഇത് കൊടുക്കുന്നത് 4 പേരുടെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ആ സമയത്ത് തന്നെ നമുക്കൊരു റിവാർഡ് കിട്ടുകയാണ്. ആളുകളെല്ലാം നമ്മളെ പ്രശംസിക്കും. കർത്താവിന്റെ വചനം പറയുകയാണ്, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല. 4-ാമത്തെ വാക്യം, രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. രഹസ്യത്തിൽ കൊടുത്ത് ആരും അറിയാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാഹളം മുഴക്കരുത് എന്ന് പറയുകയാണ്. കാഹളം എന്ന് പറഞ്ഞാൽ പക്ഷി, ഇത് മുഴക്കരുത് എന്ന് പറയുകയാണ്. കാഹളം മുഴക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഞാനിങ്ങനെ ഒത്തിരി ആളുകളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നടക്കരുത്. അങ്ങനെ പറഞ്ഞു നടന്നാലുള്ള പ്രശ്നം നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. രണ്ടാമത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി അടുത്തത് കർത്താവ് പറയുന്നത് 16-ാമത്തെ വാക്യത്തിലാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ കാണിച്ച് എന്തെങ്കിലും ചെയ്ത് അതിലൂടെ നമുക്കൊരു പ്രശംസയോ അംഗീകാരമോ കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, പിന്നീട് സ്വർഗത്തിൽ എന്തില്ല? പ്രതിഫലവും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് രഹസ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ, ആരും കാണാതെ ആരും അറിയാതെ ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം ദൈവം തരുമെന്ന് വളരെ വ്യക്തമായിട്ട് 3 കാര്യത്തിൽ എഴുതി വെക്കുന്നുണ്ട്. രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് ഈ 3 കാര്യങ്ങളിലും, അതായത് ഭിക്ഷ കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും എല്ലാം രഹസ്യത്തിൽ കാണുന്ന പിതാവിനെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ പ്രതിഫലമുണ്ട്, പക്ഷേ പരസ്യമായിട്ട് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഈ പ്രതിഫലമെല്ലാം മനുഷ്യരിൽ നിന്ന് ഇപ്പോഴേ കിട്ടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു 100 പേര് ഉള്ള ഒരു സംഘത്തിന്റെ മുമ്പാകെയാണ് നമുക്ക് ഈ പ്രശംസ ലഭിക്കുന്നതെന്ന് ഓർക്കുക. എന്നാൽ ദൈവം എപ്പോഴാണ് ഇതിന് പ്രതിഫലം തരുന്നത്? യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ സമയത്താണ് ഇതിനെല്ലാം പ്രതിഫലം തരുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലം അന്നാ കിട്ടുന്നത്. നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് തിന്മയും പ്രതിഫലമായിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ് അന്ന്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലൊക്കെ എഴുതി വെക്കുന്നത്, അവനവന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാൻ വേണ്ടി ഞാൻ വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിഫലം നമുക്ക് ദൈവസന്നിധിയിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആദം മുതൽ ആദ്യ പിതാവായ ദൈവം സൃഷ്ടിച്ച ആദം മുതൽ ഇനി ഈ ലോകമെന്ന് അവസാനിക്കുന്നു അതിന് തൊട്ട് മുമ്പ് ജനിക്കുന്ന വ്യക്തി വരെയും കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിഫലം കിട്ടുന്നത്, അന്ത്യനായ വിധിയുടെ ദിവസം. അപ്പോൾ അതാണോ നല്ലത്, അതോ നമ്മുടെ പള്ളിയിൽ 10 പേര് കാണുന്ന രീതിയിൽ കൊടുക്കുന്നതാണോ നല്ലത് എന്ന് ആര് ചിന്തിക്കണം? നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ദൈവം കൃപകൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ കൊടുക്കാനൊക്കെ നമുക്ക് മനസ്സും തുറവിയും തരുന്നതെല്ലാം ദൈവമാണ്. പലരും ചിന്തിക്കാതെ നമ്മുടെ എന്തൊരു ക്വാളിറ്റിയാണ്, എന്തുകൊണ്ടാണ് എല്ലാ ധനികന്മാർക്കും കൊടുക്കാൻ പറ്റാത്തത്? ദൈവം തരുന്ന കൃപയാണത്, ദൈവം തരുന്നൊരു തുറവിയാണത്, ഈ കൊടുക്കാനുള്ള ഒരു മനസ്സ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനെ ഓർത്ത് നമ്മൾ ഒത്തിരി അഹങ്കരിക്കാനും ഇടയാകരുത്. കാരണം നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ നമ്മളെ അഹങ്കാരികളാക്കി തീർക്കാനും സാധ്യതയുണ്ട്. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, ഞാൻ ചാരിറ്റി ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു ചിന്ത അഹന്ത കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇതൊന്നും പരസ്യമായിട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനത് ചെയ്യുന്നെങ്കിൽ അച്ഛൻ നന്നായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, അച്ഛൻ നന്നായിട്ട് ഉപവസിക്കുന്നുണ്ട്, അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു 10 പേര് വന്ന് അച്ഛനെ പറ്റി ഇതുപോലെ നല്ലത് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? ഞാൻ വലിയ കുഴപ്പമില്ല, ഞാൻ വലിയ തരക്കേടില്ല എന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്നു. അതെന്നെ അഹങ്കാരിയാക്കി തീർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മറ്റുള്ളവരുടെ മുമ്പിൽ
നമുക്ക് മാനം ലഭിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അത് യേശുവിൻ്റെ താക്കീതുമാണ്. പല കാര്യങ്ങളും യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ആരോടും പറയരുതെന്ന്. യേശുവിൻ്റെ ദൈവത്വത്തെ യേശു വെളിപ്പെടുത്തി താബോർ മലയിൽ വെച്ച് അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇത് ആരോടും പറയരുത്. ചില രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിയിട്ട് അവരോട് പറയും, നിങ്ങൾ ആരോടും ഇത് ഞാനാണ് സുഖപ്പെടുത്തിയെന്ന് പറയരുത്. യേശുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, യേശു ചെയ്യുന്ന കാര്യങ്ങളെ പ്രതി യേശു മഹത്വപ്പെടരുത് എന്ന് യേശുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം പിതാവിൽ നിന്നാണ് യേശു മഹത്വം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പിതാവെ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നൊക്കെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവസാന സമയത്ത് യേശു പ്രാർത്ഥിക്കുന്നത്. ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നുവെന്നും പിതാവ് യേശുവിനോട് മറുപടി പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന സമ്പത്തിൽ നിന്നാണെങ്കിൽ അത് കൊടുക്കുമ്പോൾ ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമേ. ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. കൊടുക്കുന്നവർക്കെല്ലാം പ്രതിഫലമുണ്ട്. വചനത്തിലെല്ലാം പറയുന്നുണ്ട്, ഉപവസിക്കുന്നതിന് അതിന് പ്രതിഫലമുണ്ട്, പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്, അതുപോലെ ദാനധർമ്മം ചെയ്യുന്നവന് പ്രതിഫലമുണ്ട്. പക്ഷെ അത് മനുഷ്യരുടെ മുമ്പിൽ ചെയ്താൽ പ്രതിഫലം ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു, അത് അന്ത്യനാളിൽ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണമേ. 19-ാമത്തെ വാക്യം മുതൽ 24 വരെ ഒന്ന് വായിക്കാമോ? കിടക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണു കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചും മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ 3 കാര്യങ്ങളാണ് കർത്താവ് ഇതിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. ഒന്ന്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശം. 2, നിന്റെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്, അതുകൊണ്ട് കണ്ണ് ചൊവ്വുള്ളതായി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശം. 3-മത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതായത് അതിനെപ്പറ്റി പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഈ 3-ലും നമ്മൾ ആന്തരികമായിട്ട് നോക്കിയാൽ 3-നും ഒരർത്ഥം തന്നെയാണ് ഉള്ളത്. അതായത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. പ്രിയപ്പെട്ടവർ, ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിച്ച് വെക്കരുത് എന്ന് യേശു ഇത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഒരു കുറച്ച് പൈസ കിട്ടി, നമ്മൾ കുറച്ച് അത് ബാങ്കിൽ നമ്മുടെ കരുതലിന് വേണ്ടി മാറ്റി വെക്കുന്നത് തെറ്റാണോ എന്നൊരു ചിന്താഗതി നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, സുവിശേഷത്തിലേക്ക് നോക്കിയാൽ മതി. യേശുവിന് കിട്ടുന്ന പണമെല്ലാം സ്വരൂപിച്ച് വെച്ചായിരുന്നോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്വരൂപിച്ച് വെച്ചു എന്ന് മാത്രമല്ല, ആവശ്യമുള്ള സാഹചര്യങ്ങളിലെല്ലാം അത് ചെലവഴിക്കുകയും ചെയ്തു. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പെരുന്നാളിൽ യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ യേശുവിന്റെ മാറിൽ ചാരിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു യൂദാസിന് അപ്പം ഗണ്ഡം കൊടുത്തിട്ട് അവനോട് പറയുകയാണ്, നീ വേഗത്തിൽ ചെയ്യാനുള്ളത് ചെയ്യാനായിട്ട് പറയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ യേശു പറഞ്ഞത്, യൂദാസിനോട് എന്താ യേശു സംസാരിച്ചതെന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ ചിന്തിക്കുകയാണ്, പെരുന്നാളിന് വേണ്ടത് വല്ലതും മേടിക്കാനോ അല്ലെങ്കിൽ ദരിദ്രന്മാരെ സഹായിക്കാനോ അതിനുള്ള പണം കൊടുക്കാനോ യേശു യൂദാസിനോട് പറയുന്നുവെന്ന് ശിഷ്യന്മാർക്ക് തോന്നി എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെക്കുക. അപ്പൊ യേശു യൂദാസിന്റെ കയ്യിൽ പണസഞ്ചി ഉണ്ടായിരുന്നു എന്ന് തന്നെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പണസഞ്ചിയിൽ എന്തുണ്ടായിരുന്നു?
അവർക്ക് ആവശ്യത്തിനുള്ള പണം സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ സദൃശവാക്യത്തിൽ എങ്ങനെ ഒരു വചനം വരില്ലായിരുന്നു, മടിയ ഉറുമ്പിന്റെ വഴി പോയി പഠിക്കുക. ഉറുമ്പ് വേനൽക്കാലത്ത് അതിന് വേണ്ടതെല്ലാം ശേഖരിച്ച് വെക്കുകയും മഴക്കാലത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതി വെക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശേഖരിച്ച് വെക്കുന്നതോ നിക്ഷേപം സൂക്ഷിക്കുന്നതോ ഒരു തെറ്റല്ല. പക്ഷെ ആ നിക്ഷേപത്തിൽ മാത്രം നിന്റെ ഹൃദയം ഉടുക്കി നിന്നാൽ അത് തെറ്റാണ്. അതായത് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുക. അതായത് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രവൃത്തിയും ആ ഒരു കാര്യത്തിലൂടെ നീ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതായത് ഇത്രേ ഉള്ളൂ, ഈ ബാങ്ക് ബാലൻസ് കൂട്ടാൻ വേണ്ടി, ഈ കരുതൽ ധനം വർദ്ധിപ്പിക്കാൻ വേണ്ടി രാവും പകലും കിടന്ന് കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും വചനം വായിച്ച് പഠിക്കാതിരിക്കുകയും ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താതിരിക്കുകയും ഈ ലഭിക്കുന്ന പണം കൊണ്ട് ദൈവത്തെയും ദരിദ്രരെയും പ്രീതിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നിക്ഷേപം നമുക്ക് എന്താണ്? അത് കെണിയാണ്. ഹൃദയത്തിൽ ഒരു വിഗ്രഹമായി അത് തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിക്ഷേപം സ്വരൂപിക്കുന്നതിനെ പറ്റിയല്ല കർത്താവ് പറയുന്നത്. അതിനെ ആക്ഷരികമായിട്ട് എടുക്കരുത്. കാരണം കർത്താവ് ഈ യൂദാസിന്റെ കയ്യിൽ പണസഞ്ചി കൊടുത്ത് അതിനകത്ത് വീഴുന്നതെല്ലാം സൂക്ഷിച്ചു വെച്ച് അവരുടെ നാളെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്കും അത് സ്വരൂപിച്ച് വെക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ ആ സ്വരൂപിച്ച് വെക്കുന്ന പണത്തിന്റെ അതിന്റെ മേലാണ്, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന്റെ മേലാണ് നമ്മുടെ ചിന്ത മുഴുവനുമെങ്കിൽ അതെന്താണ്? അത് പാപമാണ്, അതൊരു കെണിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ഒരൊറ്റ ഉദാഹരണം എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതായത് യുദ്ധങ്ങൾ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ, പഴയ നിയമ ജനത്തിന് അങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിന് ഒരു യുദ്ധം ചെയ്യേണ്ട ഒരു കാലഘട്ടമുണ്ട്. ശത്രുക്കളോട് പോരാടി അവരുടെ ദേശം സുരക്ഷിതമാക്കി വെക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ദാവീദ് രാജാവ് മടി പിടിച്ച് അദ്ദേഹത്തിന്റെ കിടക്കയിൽ കിടന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ മടി പിടിച്ച് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് തന്റെ മട്ടുപ്പാവിലൂടെ സഞ്ചരിക്കുമ്പോൾ താഴെ അങ്ങ് ദൂരെ ഒരു കുളത്തിൽ ഒരു സ്ത്രീ കുളിക്കുന്നത് ഇദ്ദേഹം യാദൃശികമായിട്ട് കണ്ടു. അങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണമായിരുന്നു? മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് പ്രലോഭനങ്ങൾ മനുഷ്യനുണ്ട്. ഈ പിശാച് കയറുന്ന വഴി കണ്ണിലൂടെയും കാതിലൂടെയും നാവിലൂടെയും ത്വക്കിലൂടെയും, അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പിശാച് ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ആദിമാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് പിശാച് കയറിയത്? കാണുവാൻ നല്ലത് എന്നുള്ള ആ ഫലം കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അതേപോലെ സാത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് കേൾക്കുകയാണ്, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ഒരു തെറ്റായ പ്രബോധനം ചെവിയിലൂടെ കേട്ടു. എന്നിട്ട് അവർ സ്വീകരിക്കുമ്പോഴാണ് സാത്താൻ കയറുന്നത്. അതുപോലെ തന്നെയാണ് ദാവീദ് അവന്റെ കണ്ണുകൊണ്ട് ആ ഒരു തിന്മയല്ല ഒരു കാഴ്ച കണ്ടപ്പോ അതിനെ അപ്പൊ തന്നെ അവോയ്ഡ് ചെയ്യണമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പിന്നീട് അതിനെ താലോലിക്കാൻ തുടങ്ങി, ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് സെൽഫോണുകൾ, ഇല്ലേ? പലപ്പോഴും ഈ ഫോണിലൂടെ നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ മറ്റ് ട്വിറ്ററിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലൂടെ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നല്ലത് മാത്രം അല്ല, അതിനകത്ത് സാത്താൻ തിന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നഗ്നമായൊരു ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ പ്രലോഭനം തരുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് കാണാനായിട്ട് ഒരുപക്ഷെ യാദൃശികമായിട്ട് കണ്ടേക്കാം. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്ത് കളയണം. ഇല്ലാതെ അതിനെ താലോലിക്കാൻ പോയാൽ അതെന്താണ്? അത് പാപമാണ്. കണ്ണ് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ദാവീദ് ഇത് കണ്ട് അതിനെ അങ്ങ് മോഹിച്ചു. അവസാനം എന്തായി? ആ ഒരു കാഴ്ചയാണ് വ്യഭിചാരത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കൊക്കെ ആരെ നയിച്ചത്? ദാവീദിനെ നയിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണ് കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിച്ചതാണ്. എന്റെ കണ്ണുകൾ ദൈവവുമായിട്ട് ഞാൻ ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന ഒരു വാക്യമുണ്ട്. ഞാൻ എടുത്തോട്ടെ. ഇയ്യോബിന്റെ പുസ്തകം ആർക്കെങ്കിലും അറിയാമെങ്കിൽ 31 അധ്യായം എടുക്കാമോ? ഇയ്യോബിന്റെ പുസ്തകം 31 വാക്യം വായിക്കാമോ? ഇയ്യോബ് 31:1.
എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? സ്വന്തം ഭാര്യയുള്ള ഒരു പുരുഷനായിരുന്നു ഇയ്യോബ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുമായി ദൈവവുമായിട്ടൊരു നിയമം ചെയ്തു, അതുകൊണ്ട് ഇനി ഞാൻ മറ്റൊരു പരസംഗപരമായ വിഷയങ്ങളിലേക്ക് ഒരു ആസക്തിയോടെ ഞാൻ ഇനി ആരെയും നോക്കില്ല. ഇത് ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ എഴുതണം, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ എങ്ങനെ ഒരു പുരുഷനെ നോക്കും, മറ്റൊരു പരപുരുഷനെ ഞാൻ നോക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണുമായി നമ്മൾ എന്ത് ചെയ്യണം? ഒരു നിയമം ചെയ്യണം. ആ നിയമം ദൈവത്തിന് അഹിതമായതൊന്നും കാണില്ല എന്ന് ചെയ്യണം. ഈ മ്ലേച്ഛത കണ്ടാൽ പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ് ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ കയ്യിൽ ആര് തരും? സാത്താൻ തരും. അങ്ങനെ ഒത്തിരി ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിരന്തരം ഈ പോൺ മൂവീസും മറ്റും കണ്ട് അങ്ങനെ തിന്മയിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തികൾ, സമൂഹം ഇന്ന് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടാൽ ശരീരം മുഴുവൻ, അങ്ങനെയാണ് പറയുന്നത്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അപ്പൊ ഈ വിളക്ക് കെട്ടുപോകും ഈ തിന്മ കണ്ടു കഴിഞ്ഞാൽ, പിന്നെ ശരീരം അന്ധകാരമാകും. ഈ അന്ധകാരമായി കഴിഞ്ഞാലുള്ള പ്രത്യേകത, അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, കാരണം ഇവിടെ 2 ട്യൂബ് കത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഈ റൂമിന്റെ വെളിച്ചം ഈ ട്യൂബാണ്. ഇത് കെടുത്തി കളഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇരുട്ടാണ്, പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാകും, പക്ഷെ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും കാണാനായിട്ട് സാധിക്കില്ല. അതേപോലെയാണ് പ്രിയപ്പെട്ടവരെ, കണ്ണിനെ തിന്മയ്ക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാകാൻ കഴിയാത്ത വിധം ജഡീക തിന്മകളിലേക്ക് സാത്താൻ വലിച്ചടയ്ക്കും. അതുകൊണ്ട് കണ്ണുമായി ഒരു നിയമം ചെയ്യണം, തിന്മയായതിലേക്ക് നോക്കില്ല എന്നുള്ളൊരു നിയമം ചെയ്യണം. അടുത്തതായിട്ട് 24-ാമത്തെ വാക്യം, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ രാവിലെ വായിക്കുന്ന ന്യൂസ് പേപ്പറാണ് മലയാള മനോരമ, മാതൃഭൂമി. 2 ഉണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ ഇടയിൽ വളരെ മികച്ചു നിൽക്കുന്ന 2 ദിനപത്രങ്ങളാണ് മലയാള മനോരമയും മാതൃഭൂമിയും. ഇതിനകത്ത് ഒത്തിരി ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് മനോരമയിലും മാതൃഭൂമിയിലും ഒരേ സമയത്ത് ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനിയിപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മതി, മനോരമയിൽ രാവിലെ മുതൽ വൈകുന്നേരം ചെയ്ത് നൈറ്റ് പോയിട്ട് അവിടെ മാതൃഭൂമിയിൽ ചെയ്തു, നിലനിൽപ്പുണ്ടോ? നിലനിൽപ്പില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെയും അതുപോലെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെയും അതിന്റെ കൂടെ തന്നെ പണത്തെയും ലോകത്തെയും ജഡത്തെയും ഒന്നിച്ച് സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നേക്കാൾ ഉപരി തന്റെ ഭാര്യയെയോ ഭർത്താവിനെയോ മകനെയോ മകളെയോ സമ്പത്തിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേർന്നവൻ അല്ല. ആലോചിച്ച് നോക്കിയ ഒരു യൗവനക്കാരൻ യേശുവിന്റെ മുമ്പാകെ വന്ന് യേശുവിന്റെ മുമ്പാകെ മുട്ടുകൾ മടക്കി, കർത്താവെ, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശുവിനോട് പറയുന്ന മറുപടി കൽപ്പനകളെല്ലാം പാലിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കൽപ്പനകളെല്ലാം പാലിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ യേശുവിനെ സൂക്ഷിച്ചു നോക്കി എന്നാ പറയുന്നത്. സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു കുറവ് കണ്ടു. അവനെ സംബന്ധിച്ചുള്ളൊരു കുറവാണ്. അവൻ വലിയ ധനികനായിരുന്നു, അവന് ഈ ധനത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. അത് യേശു കണ്ടെത്തി. യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കാൻ പറയുമ്പോൾ അവനത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. യൂദാസിന് എന്താ പറ്റിയത്? യേശുവിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം ഇറങ്ങി തിരിച്ച മനുഷ്യനാണ് യൂദാസ്. മറ്റുള്ള പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും എങ്ങനെ വിളിച്ചപ്പോ ഇറങ്ങി വന്നോ അതേ സ്നേഹത്തോടെ ഇറങ്ങി വന്ന മനുഷ്യനാണ് യൂദാസും. പക്ഷെ യൂദാസ് ഇറങ്ങി വന്നപ്പോഴും അവന്റെ ഉള്ളിൽ പണത്തോടുള്ള വലിയ ഒരു മോഹം അത് മറച്ചു വെച്ച് പിടിച്ചങ്ങനെ മുന്നോട്ട് പോയി. അതുകൊണ്ടാ ഈ പണസഞ്ചി കൈ കിട്ടിയപ്പോ പലപ്പോഴും അദ്ദേഹം അതിനകത്ത് നിന്ന് മോഷ്ടിക്കാറുണ്ടായിരുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനം എന്ത് സംഭവിക്കുന്നത്? വിലമതിക്കാനാവാത്ത തന്റെ ഗുരുനാഥനെ വെറും തുച്ഛമായ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പണം വേണം, എന്നാൽ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മളിതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോ ഈ പള്ളി വന്നിട്ട് 18 പേരെ
ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തി. ഇവരൊക്കെ ഒത്തിരി അധ്വാനിച്ചവരും ഒത്തിരി സമ്പാദിച്ചവരുമാണ്. പക്ഷെ ആരുടെയും കയ്യിൽ ഒന്നും കൊണ്ടുപോകുന്നത് കാണാനിടയായിട്ടില്ല. മരിച്ചു കഴിയുമ്പോൾ തന്നെ ഉള്ളതെല്ലാം പറിച്ച് ആരെടുക്കും? മക്കൾ എടുക്കുകയും ചെയ്യും. പിന്നെ എന്തിനു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നത്? അതുകൊണ്ട് വേണം, നമുക്ക് ആവശ്യത്തിന് പണം വേണം, ഒരു സംശയവുമില്ല. അത് നിക്ഷേപിച്ച് വെക്കുന്നതും തെറ്റല്ല. പക്ഷെ അത് പാവപ്പെട്ടവനെ കാണുമ്പോൾ കൊടുക്കാതെയും അതുപോലെ ദരിദ്രന്റെ ആവശ്യങ്ങൾക്ക് സഹായം ചെയ്യാതെയും ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് പാപമാണ്. അതുകൊണ്ട് അർഹിക്കുന്നവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ അവനെതിരെ കണ്ണടയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് 25-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. അതായത് ആകുലപ്പെടരുത് എന്നാണ് പറയുന്നത്. പല മനുഷ്യരുടെയും ജീവിതത്തിൽ വലിയ ആകുലതയാണ്. അതായത് ഒത്തിരി കയ്യിലുണ്ടെങ്കിലും ഇനിയിപ്പോ നാളെ എന്ത് ചെയ്യും, മക്കൾ നാളെ എന്താകും, അല്ലെങ്കിൽ നാളെ എൻ്റെ ജോലി ഇല്ലാതായാൽ എനിക്ക് എന്ത് സംഭവിക്കും, എനിക്ക് രോഗം വന്നാൽ എന്താകും, ഇങ്ങനെയുള്ള ആകുല ചിന്ത കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട് ഈ നമ്മുടെ ചുറ്റളവിൽ. നമ്മൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും. പ്രിയപ്പെട്ടവരെ, ജീവിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. പലരും ജീവിക്കുന്നത് ഇന്നലകളിലാണ്. അതായത് പഴയ ഓർമ്മകൾ, ആ കിട്ടിയ മുറിവുകൾ, ആ കിട്ടിയ വേദനകൾ, അന്ന് കിട്ടിയ അംഗീകാരങ്ങൾ, ഇതൊക്കെ ഓർത്ത് അയ്യോ അതൊന്നും ഇപ്പൊ ഇല്ല. രോഗങ്ങളാണെങ്കിൽ ഇന്ന് അതിനെയൊക്കെ ഓർത്ത് ദുഃഖിച്ചും പ്രയാസപ്പെട്ടും അങ്ങനെ ജീവിതം മുന്നോട്ട്, തകർച്ചകൾ വന്നെങ്കിൽ അതിനെയൊക്കെ ഓർത്ത് അങ്ങനെ ദുഃഖിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളുണ്ട്. പിന്നെ ചില ജീവിതങ്ങള് ഇന്നല്ല ജീവിക്കുന്നത്, അവര് ഭാവിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭാവിയിൽ എനിക്ക് ഇതൊക്കെ വെട്ടിപ്പിടിക്കണം, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം, ഇങ്ങനെയുള്ള ചിന്തയിലൂടെ മുന്നോട്ട് പോകണം. അതായത് ലക്ഷ്യങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഇത് മാത്രം ചിന്തിച്ച് ഇന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ ഇല്ലാതെ, ആനന്ദങ്ങൾ, ദൈവം തരുന്ന ആനന്ദങ്ങൾ നമ്മൾ വകവയ്ക്കാതെ അങ്ങനെ സംതൃപ്തിയില്ലാത്തൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ സന്തോഷങ്ങൾ മറന്ന് നാളത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞതിന്റെ ഓർമ്മകളും വരാൻ പോകുന്നതിന്റെ പ്രത്യാശയും ഒക്കെ ആയിട്ട് ജീവിച്ചാലുള്ള പ്രശ്നം ഇന്ന് ദൈവം തരുന്ന സന്തോഷത്തിൽ ആനന്ദിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഒന്നിനെ പറ്റിയും ആകുലപ്പെടരുത്. അതിനെപ്പറ്റി യേശു പറയുന്ന ഒരു ഉപമയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അതുകൊണ്ട് ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ദിവസം പഠിക്കുമ്പോൾ ശലോമോനാണ് രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും സമൃദ്ധി ഉണ്ടായിരുന്ന രാജാവ്. അപ്പൊ അദ്ദേഹം നല്ല ആർഭാടത്തോടു കൂടെ വസ്ത്രധാരണവും അതുപോലെ കൊട്ടാരവും ദേവാലയം ഒക്കെ പണിത മനുഷ്യനാണ്. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ സൃഷ്ടിച്ച വയലിലെ ഒരു പൂ പറിച്ച് നോക്കുക, ശലോമോന് അത്ര പോലും അത് തന്റെ സമ്പത്ത് കൊണ്ട് അത്ര ഭംഗിയായിട്ട് തന്നെ ചമയിക്കാനായിട്ട് പറ്റിയില്ല എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അത് മാത്രമല്ല പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് ഒരു നെഗറ്റീവ് മീനിങ് വരാൻ സാധ്യതയുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. സത്യമാണ്, പക്ഷികൾ ഒന്നും വിതയ്ക്കുകയോ കൊയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവര് കൂട്ടി തന്നെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? ആണോ? അല്ല, അവര് കൂടുവിട്ടിറങ്ങി ഇത് അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവര്, നമ്മുടെ മേഖലയിൽ നിന്ന് ഒരു അധ്വാനം ആവശ്യപ്പെടുന്നുണ്ട്, ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അധ്വാനിക്കാൻ ദൈവം ആരോഗ്യം തന്നാൽ അധ്വാനിക്കണം. അല്ലാതെ വീട്ടിലിരുന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങളെ ദൈവം പുലർത്തുമെന്നൊക്കെ ഈ വചനം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. കാക്കയും അല്ലെങ്കിൽ മറ്റ് പക്ഷികളും ഒക്കെ കൂട്ടിലിരുന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് പുലർത്തുമെന്ന് പറഞ്ഞ് കൂട്ടിലിരുന്നാൽ കിട്ടുമോ? കിട്ടും. ചെറുപ്പ കാലഘട്ടത്തിൽ അതിന്റെ മാതാപിതാക്കളായ ഈ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും. പിന്നീട് കിട്ടുമോ? പറക്കേണ്ട ഒരു കാലഘട്ടമാകുമ്പോ കിട്ടില്ല പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരായിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. അപ്പം ആരുടെ മുമ്പിൽ നമുക്ക് അധികം കൈ നീട്ടേണ്ട ഒരു ഗതികേട് വരികയില്ല. അധ്വാനിക്കാൻ ആരോഗ്യമുണ്ടോ അത് ചെയ്തിരിക്കണം. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ 1-2 ഈ റീൽസ് കണ്ടതാണ്. ഒന്ന് ഇന്ന് കണ്ടതാണ്. അതിനകത്ത് ഒരു മനുഷ്യൻ, ഒരു കൈപ്പത്തി അദ്ദേഹത്തിനില്ല. കൈയുണ്ട്, പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടത് കൈയാണ്. ഇടത് കൈപ്പത്തി ആ മനുഷ്യനില്ല. അല്ല വലത് കൈയുടെ കൈപ്പത്തി ഇല്ല. പക്ഷെ ആ മനുഷ്യൻ ഒരു വീട്, അദ്ദേഹം ഇലക്ട്രീഷ്യനാണ്, ഒരു വീട് മുഴുവനും എടുത്തിട്ട് അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് മുഴുവനും ആ മനുഷ്യൻ ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം അതിനകത്ത് കാണിക്കുന്നുണ്ട്. പലരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി, ഈ കൈയില്ലാത്തതുകൊണ്ട് ഇനി നിനക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും, നിനക്ക് ഇനി മറ്റുള്ളവരുടെ മുമ്പാകെ കൈ നീട്ടുകയല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല എന്ന് നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യൻ കാണിച്ചു തരികയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെയാണ് ഈ വയറിംഗ് എന്ന് അറിയാലോ. ഈ വീടെല്ലാം ഒരു സൈഡിലെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് വേണ്ട വയറിംഗ് അതിന്റെ ഉള്ളിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഈ മനുഷ്യൻ തന്റെ കൈപ്പത്തി ഇല്ലാത്ത ഈ കയ്യിൽ ഒരു ഉളി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നൂൽക്കമ്പി കൊണ്ട് ആ ഉളിക്ക് ചുറ്റും കെട്ടി അത് ബലവത്താക്കിയിട്ട് ഈ കൈ ഇങ്ങനെ ചുമരിനോട് ചേർത്ത് വെച്ച് തന്റെ കൈപ്പത്തിയുള്ള കരത്തിൽ ചുറ്റിക വെച്ച് അദ്ദേഹം അടിച്ചടിച്ച് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നത് ആ റീൽസിലൂടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്നവർ ഈ സമൂഹത്തില് ഉണ്ട്. അധ്വാനിക്കാൻ മനസ്സുള്ളവരായിരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യം കൂടെ മറഞ്ഞിരിപ്പുണ്ട്. രണ്ടാമത്, ഒരു 10-60 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മച്ചി ഓട്ടോ ഓടിക്കുകയാണ്. അപ്പൊ അത് ഒരു ബ്ലോഗർ അദ്ദേഹം ഇത് എടുക്കുകയാണ്. അമ്മച്ചിക്ക് ഫ്രീ ആയിട്ട് പെട്രോളോ ഡീസലോ എന്തോ പമ്പിൽ നിന്ന് അടിച്ച് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം കൂടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചോദിക്കുക, എന്തിനാ അമ്മച്ചി ഈ പ്രായത്തിലും, ഒത്തിരി പ്രായമായല്ലോ, എന്തിനാ ഈ സമയത്ത് ഇങ്ങനെ കടന്ന് അധ്വാനിക്കുന്നത്? അപ്പൊ അമ്മച്ചി പറയുകയാണ്, എൻ്റെ മൂത്ത മോളുടെ കാര്യങ്ങളെല്ലാം ഞാൻ അധ്വാനിച്ച് ചെയ്തു. ഇനി എൻ്റെ രണ്ടാമത്തെ ഒരു കുഞ്ഞുകൂടെ ഉണ്ട്, അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ഒരു ഓട്ടോയേ ഉള്ളൂ. ഈ ഓട്ടോ ഓടിച്ച് എൻ്റെ കുടുംബത്തെ ഞാൻ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരും സമൂഹത്തിൽ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് പുലർത്തുന്നു. ഈ ഒരു വചനം വിശ്വസിച്ച് വെറുതെ വീട്ടിൽ കൈയും കെട്ടിയിരുന്നാൽ വല്ലതും കിട്ടുന്ന ആരും പ്രതീക്ഷിക്കരുത്. അധ്വാനിക്കണം, കഠിനമായി അധ്വാനിക്കണം. അത് ആ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ച എല്ലാവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ മതി. നമുക്ക് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ വെച്ചിരിക്കുന്ന എല്ലാം നോക്കിയാൽ മതി. എല്ലാവരും അധ്വാനിക്കുന്നവരായിരുന്നു. വെറുതെ ഇരുന്ന ആരെയും കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യരായി തീരാൻ പ്രത്യേകമായിട്ട് കർത്താവ് വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ആകുലതയില്ലാതെ ജീവിക്കണം. അതായത് എങ്ങനെ ജീവിക്കും, ഇതെങ്ങനെ മുന്നോട്ട് പോകും, ഇതൊന്നും ചിന്തിക്കരുത്. കാരണം കടലിന്റെ നടുവിൽ, ഓളങ്ങൾക്ക് നടുവിൽ ഈ പടക് മുങ്ങിപ്പോകുമാറ് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോ യേശു തമ്പുരാനെ തട്ടി ഉണർത്തിയപ്പോ യേശു എഴുന്നേറ്റ് നിന്ന് കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറയുമ്പോൾ ആ നിമിഷം തന്നെ എല്ലാം ശാന്തമാകുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഏതൊരു പ്രയാസത്തിന്റെ മേലും യേശുവിനെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. പക്ഷെ നിന്റെ ജീവിതം യേശുവുമായിട്ട് നല്ല ബന്ധമുള്ളതാകണം. പാപവുമായിട്ട് നിനക്ക് ഉടമ്പടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി എല്ലാം എന്ത് ചെയ്യണം? കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ്, എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് യേശുവുമായിട്ട് ഉടമ്പടി എടുത്താൽ ദൈവപ്പെട്ടവർ നിന്റെ കാര്യത്തിൽ പിന്നെ നിനക്ക് ഭാരപ്പെടേണ്ടി വരില്ല. എല്ലാം നിനക്ക് വേണ്ടി നിന്റെ ദൈവം ചെയ്തു തരും. അതായത് നിനക്ക് ചെയ്യാൻ പറ്റാത്ത മേഖലകളുണ്ട്. ഇപ്പൊ ഇസ്രായേൽ ജനം ചെങ്കടൽ ഫ്രണ്ടിൽ പുറകിൽ ഫറവോ സൈന്യവുമായിട്ട് കടന്നു വരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലും വലിയ മലനിരകൾ. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ പ്രതിസന്ധികളിലെല്ലാം നിന്റെ ദൈവം നിനക്ക് വഴികാട്ടിയാകും. അപ്പോഴും ദൈവം മോശയോട് പറയുന്നുണ്ട്, നിന്റെ വടിയെടുത്ത് കടലിലേക്ക് നീട്ടാൻ. ഇല്ല, എന്തിനത് ചെയ്യുന്നത്? നമ്മുടെ ഒരു അധ്വാനം എപ്പോഴും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് ഏതൊരു കാര്യത്തിനും. അതുകൊണ്ട് അധ്വാനമുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമേ. പിന്നീട് പറയുകയാണ്, ഇതിനെല്ലാം നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്. 33-ാമത്തെ വാക്യം വായിക്കാമോ? 33. അതോടുകൂടെ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? ഈ ആകുലതയില്ലാതെ, ഈ ടെൻഷനോ ഭാരമോ ഒന്നും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ കർത്താവ് പറയാണ്, മുമ്പേ
അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? രാജ്യവും നീതിയും അന്വേഷിക്കണം. നമ്മളൊരു വിദേശ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ആ രാജ്യത്തെ പറ്റി നമ്മൾ അന്വേഷിക്കണം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യത്തെ പറ്റി അന്വേഷിക്കണം. ഇപ്പൊ നമുക്ക് ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ പാലിക്കേണ്ടതായ കുറെ നിയമങ്ങളുണ്ട്. കൊലപാതകം ചെയ്യാൻ ഈ ഭാരത സംസ്കാരം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസംഹിത അനുവദിക്കുന്നില്ല. വ്യഭിചാരം ചെയ്യാൻ അനുവദിക്കുന്നില്ല. പിടിക്കപ്പെട്ടാൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമസംഹിതകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ രാജ്യവും നീതിയും വരുമ്പോ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പോഴേ ആ നിയമങ്ങൾ മനസ്സിലാക്കി അത് പാലിച്ച് ജീവിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറ്റപ്പെടണം. അതുകൊണ്ട് കർത്താവ് പറയണം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഈ ലോകത്ത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കർത്താവ് പുലർത്തുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. 34-ാമത്തെ വാക്യം, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതായത് നാളത്തെ ദിവസത്തെ പറ്റി നമ്മൾ ആകുലപ്പെടേണ്ട. കാരണം ഒന്ന്, ഈ രാത്രി കഴിഞ്ഞ് നാളെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല, ഈ ലോകം ഉണ്ടോ എന്ന് അറിയില്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് വരുമെന്നുള്ളതും നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇനിയിപ്പോ എഴുന്നേറ്റാൽ ഈ ലോകം ഉണ്ടാക്കിയ നാഥൻ നമ്മളെ പുലർത്തുമെന്നുള്ളൊരു ആഴമേറിയ വിശ്വാസം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. അതോടുകൂടെ 6-ാം അധ്യായം അവസാനിക്കുന്നു. അടുത്തത് 37-ാം സങ്കീർത്തനമാണ്. 37-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുതേ, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുതേ. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. മതി ആന്റി. അതായത് 2 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കർത്താവ് പറയുന്നത്. നീതിമാനെ പറ്റിയും ദുഷ്ടനെ പറ്റിയുമാണ് പറയുന്നത്. അപ്പോ അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. ഒരു കാര്യം നമ്മൾ ഹൃദയത്തിൽ എഴുതി വെക്കണം. ഈ ലോകത്ത് യേശു പറഞ്ഞതിന് പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോക മനുഷ്യർ എന്നും നമ്മളെ ഉപദ്രവിക്കും. വിശുദ്ധിയിൽ ജീവിച്ചാൽ നമ്മളെ ഉപദ്രവിക്കുവാനും നമുക്കെതിരെ തെറ്റായത് പറഞ്ഞു നടക്കാനും നമ്മളെ പ്രയാസപ്പെടുത്താനും ഉറപ്പായിട്ടും സാത്താന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. സാത്താൻ അതിന് വേണ്ട പ്രലോഭനങ്ങൾ അവർക്ക് കൊടുത്ത് അവർ നമുക്കെതിരായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. പരിമല തിരുമേനിയുടെ ജീവചരിത്രം കണ്ടാൽ നമുക്ക് ഒരു അനുഭവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പരിമല തിരുമേനി ഒരു പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം ഒരു ടൗണിൽ നിന്ന് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകും, പല്ലക്കിൽ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് ചാണകം എടുത്തെറിയുന്നുണ്ട്. പരിമല തിരുമേനി അതിനെ പ്രതികരിക്കാൻ പോയവരോട് പറഞ്ഞു, പ്രതികരിക്കാൻ പോകരുത്, അവർ ഉപദ്രവിക്കരുത്, നിങ്ങൾ എന്റെ പുറകെ വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് പള്ളിയിൽ പോയി തിരുമേനി പോയി നേരെ പാഴ്സനേജിലോ അവിടെ അടുത്തുള്ള റൂമിലോ പോയി കുളിച്ച് ശുദ്ധിയായി പുതിയ വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് വന്നു. പ്രിയപ്പെട്ടവര്, വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അതിനെതിരെ പ്രതികരിക്കാനായിട്ട് പോകാമായിരുന്നു. പക്ഷെ തിരുമേനി അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. ഉപദ്രവങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പരദൂഷണവും ഏഷണയും നമ്മെ പറ്റി പറയും. അതുകൊണ്ട് അതിനെപ്പറ്റി മുഷിയരുത്. അതുണ്ട്, ഒരു സംശയവുമില്ല. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവുമെന്ന് പൗലോസ്ലീഹായോട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും. ചിലപ്പോൾ അത് ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, അല്ലെങ്കിൽ അയൽവക്കക്കാരായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത മറ്റുള്ള ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷെ മുഷിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുഷിഞ്ഞാൽ അത് നമുക്ക് അപകടമാണെന്ന് വചനം പഠിപ്പിക്കുക. പിന്നീട് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്.
പലപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ദൈവമേ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒക്കെ ജീവിച്ചിട്ടും എനിക്കെന്നും പ്രയാസവും ദുഃഖമാണല്ലോ, എന്നാൽ പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്യാറില്ല, പള്ളിയിലും പോകാറില്ല, ഒന്നുമില്ല, ഒരു നന്മയും ചെയ്യാറില്ല. അങ്ങനെയുള്ളവരൊക്കെ എത്രയോ സമൃദ്ധമായി സന്തോഷമായി ലോകത്ത് ജീവിക്കുക. നമുക്ക് എന്നും ഈ ദുഃഖവും ഞെരുക്കവും വേദനയാണല്ലോ എന്നെനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുകയാണ്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. ഒരു തരം അസൂയയാണ്. അതേപോലെ ഒന്നും ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു അസൂയ. അത് മാത്രമല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ ആവരുതെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്? 2-ാമത്തെ വാക്യം, അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റളവിൽ, നമ്മുടെ മുറ്റത്തും നമ്മുടെ കൃഷിസ്ഥലത്തും ഒക്കെ വളരെ പെട്ടെന്ന് വളർന്നു പോകുന്ന സാധനമാണ് എന്ത്? പുല്ല്, അല്ലെ? മരങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ പുല്ലും ഉണ്ട്. പുല്ല് വളരെ പെട്ടെന്ന് ഉയർന്നു പോകും. അതിന് വലിയ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ള വളത്തിലൊക്കെ അത് കയറിപ്പോരും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? അതിന് സാഹചര്യം അനുകൂലമാകുമ്പോൾ ഇത് വളരും. പക്ഷെ നല്ലൊരു വെയിലടിച്ചാൽ അത് വാടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉറപ്പുള്ള വേരല്ല അതിനകത്ത്. അത് മാത്രമല്ല, അതിന് നല്ല വളമൊന്നുമില്ല, വെള്ളം സമൃദ്ധമായിട്ട് എവിടെയും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ച് വളർന്നതാണ്. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അത് തളർന്നു പോകും. ഇങ്ങനെ എഴുതി വെക്കുന്നു, അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ദുഷ്ടന്മാർ ഇങ്ങനെയാണ്, പന പോലെ തഴച്ചാലും അത് നശിച്ചു പോകുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പിന്നീട് പറയുകയാണ്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ എല്ലാ അനുഭവങ്ങളും ദൈവത്തോട് പറഞ്ഞ്, ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, എല്ലാത്തിനും ദൈവത്തിന് മഹത്വവും സ്തോത്രവും നന്ദിയും പ്രകടിപ്പിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് യഹോവയിൽ രസിച്ചു കൊള്ളുക എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയുകയാണ്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. യഹോവയിൽ രസിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം ആര് തരും? ദൈവം തരും. പിന്നീട് പറയുകയാണ്, നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അതായത് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മൾ ഒരു കാലഘട്ടം വരെ, പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മ വയ്ക്കുന്ന ഒരു കാലഘട്ടം വരെ, അല്ലെങ്കിൽ നമ്മൾ നടന്നും ഓടിയും ഒക്കെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചത്. പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചത്. അപ്പൊ അതേപോലെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ അടുത്ത് ചെല്ലണം. എല്ലാ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളും ദൈവത്തോട് പങ്കുവെക്കണം. എന്നിട്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച്, അപ്പ ഞാനിത് ചെയ്തോട്ടെ, ഇത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ദൈവം പറയും, ചെയ്യണ്ട മോനെ എന്ന് ചിലപ്പോൾ പറയും. അപ്പൊ അത് ചെയ്യാതിരിക്കുക. ചെയ്തോ മക്കളെന്ന് കർത്താവ് ചിലപ്പോൾ പറയും. വചനത്തിലൂടെ പറയാം, നേരിട്ട് പറയാം, എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല, മറ്റു വ്യക്തികളിലൂടെ പറയാം. ദൈവം ഏത് രീതിയിലാണ്, ഓരോ വ്യക്തികൾക്ക് ഓരോ രീതികളിലാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് അനുഗ്രഹമായി തീരും. പിന്നീട് 7-ാമത്തെ വാക്യം, യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദുഷ്ടത ചെയ്തിട്ടും കാര്യസാധ്യവും എല്ലാ കാര്യങ്ങളും നടക്കുന്നു, അവനെ ഓർത്ത് മുഷിയരുത് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പിന്നെ പറയുകയാണ്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയേ ഉള്ളൂ. ഈ സമയത്ത് കോപവും ക്രോധവും അതുപോലെ തന്നെ മുഷിഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാവരുത്. നമുക്ക് തന്നെ ഉള്ളിൽ ഒരു മടുപ്പ് തോന്നരുത്. എന്താണ് ഈ കർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഇങ്ങനെ തകർച്ചകളും വേദനകളും ഞെരുക്കങ്ങളും മാത്രം ഉണ്ടാകുന്നതെന്ന് ഓർത്ത് ഭാരപ്പെടരുതെന്ന് കർത്താവ് പറയുകയാണ്. പിന്നെ 9-ാമത്തെ വാക്യം, ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശം ആക്കും. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർ അവർ ഭൂമിയെ കൈവശമാക്കുമെന്ന് പറയുകയാണ്. പിന്നീട് അങ്ങോട്ട് 10 മുതൽ തുടർന്നുള്ള 40 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടന് ലഭിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലവും
നീതിമാന ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നിങ്ങളത് വീട്ടിൽ വെച്ച് വായിച്ചാൽ മതി. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. പിന്നീട് ഒത്തിരി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും വ്യാഖ്യാനിക്കേണ്ടതായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കേണ്ടതായിട്ടൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാനും ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിക്കുവാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ലു കുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കിടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയേ ഉള്ളൂ, അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും, അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതിയാഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതിയെ അനുഗ്രഹിക്കപ്പെടുന്നു. ദോഷം വിട്ടൊഴിഞ്ഞു ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. യഹോവ ന്യായപ്രിയനാകുന്നു, തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്റെ വായ്ജ്ഞാനം പ്രസ്താവിക്കുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്. വേറൊരാളെ വായിച്ചേ. അവന്റെ കാലടികൾ വഴുതുകയില്ല, ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല, ന്യായവിസ്താരത്തിൽ അവനെ കുറ്റം വിധിക്കുകയുമില്ല. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ചു നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശീയമായ പച്ചവൃക്ഷം പോലെ തഴിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. നിഷ്കളങ്കനെ കുറികൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക. സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും, എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും, നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു, യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഒത്തിരി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. നീതിമാനും ദുഷ്ടനും സംഭവിക്കുന്നതിനെ പറ്റിയാണ് പിന്നീടുള്ള വാക്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. ഇവിടെ അതിനകത്ത് പറയുകയാണ്, നീതിമാനെ പറ്റിയും ദുഷ്ടനെ പറ്റിയും പറയുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാനെ യഹോവ താങ്ങും. പിന്നീട് പറയുകയാണ്, ദുഷ്കാലത്ത് അവൻ ലജ്ജിച്ചു പോവുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. നീതിമാന്മാരെ പറ്റി പറയുകയാണ്, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, അതായത് വായ്പ വാങ്ങേണ്ട, മറ്റുള്ളവരുടെ കൈനീട്ടേണ്ട ഒരു ഗതികേടിലേക്ക് ദുഷ്ടത അവനെ എത്തിക്കും. പിന്നീട് പറയുകയാണ്, നീതിമാനോ കൃപാലുവായി ദാനം ചെയ്തുകൊണ്ടിരിക്കും, അതായത് അവന് സമൃദ്ധി ഉണ്ടാകുമെന്നാണ് അതിനെ പഠിപ്പിക്കുന്നത്. പിന്നെ അവൻ വീണാലും നിലം പരിചാകിയില്ല, യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. നീതിമാൻ വീണാലും അവൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല, ദൈവം വീണ്ടും അവനെ കൈപിടിച്ച് ഉയർത്തും. പിന്നീട് പറയുകയാണ്, യഹോവ ന്യായപ്രിയനാകുന്നു, തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അതായത് നീതിമാന്മാരെ ദൈവം ഉപേക്ഷിക്കില്ല, അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. അപ്പൊ ദുഷ്ടനായി ജീവിക്കുന്നവന്റെ ജീവിതം മാത്രമല്ല, അവന്റെ തലമുറകൾക്ക് പോലും എന്താണ് നാശം ഉണ്ടാകുന്ന പറയുകയാണ്. അത് പിന്നീടും പറയുന്നുണ്ട്. 34-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്ക,
എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. അതിന്റെ കൂടെ തന്നെ 38-ാമത്തെ വാക്യം, എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. അപ്പൊ ദുഷ്ടത ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ തലമുറ പോലും നശിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നീതിമാന് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അനർത്ഥങ്ങൾ വരും. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് അവനെ രക്ഷിക്കും. എന്നാൽ ദുഷ്ടനോ, അവൻ പുല്ലുപോലെ തഴച്ചു വളരും. പക്ഷെ ഒരു വെയിൽ വരുമ്പോൾ അത് വാടി ഇല്ലാതാകുന്നത് പോലെ ദുഷ്ടനും നശിച്ച് ഇല്ലാതായി തീരുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നീതിമാനായി കർത്താവ് പറയുന്ന വഴികളിലൂടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവികമായ സൽപ്രവൃത്തികൾ മറ്റുള്ളവരെ കാണിക്കാൻ അല്ലാതെ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അതിനു വേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് സമർപ്പണ പ്രാർത്ഥന നടത്തി അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, അവിടുത്തെ ഗിരിപ്രഭാഷണത്തിലൂടെ ദൈവമേ, അവിടുന്ന് പ്രതിഫലം തരുന്ന കുറേയേറെ കാര്യങ്ങളെ പറ്റി അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. നീ ദാനധർമ്മം ചെയ്താൽ അതിന് നിനക്ക് പ്രതിഫലമുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ അതിന് നിനക്ക് പ്രതിഫലമുണ്ട്, നീ ഉപവസിച്ചാൽ നിനക്കതിന് പ്രതിഫലമുണ്ട്, മറ്റ് സൽപ്രവർത്തികൾ ചെയ്താൽ നിനക്ക് സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പക്ഷെ ഒരു കണ്ടീഷൻ കൂടെ അവിടുന്ന് പറയുന്നുണ്ട്, അത് മനുഷ്യർ കാണുകയെ ചെയ്ത് പ്രതിഫലം ഈ മാനുഷിക കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. ദൈവമേ, അതുകൊണ്ട് മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കാഹളം മുഴക്കിക്കൊണ്ട് 4 പേരെ അറിയിച്ചുകൊണ്ട് അത് ചെയ്യിക്കാനുള്ള പൈശാചിക പ്രലോഭനത്തെ അതിജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അതോടൊപ്പം തന്നെ ദൈവമേ, പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിൽ ഞങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യരാണെന്ന് പറയത്തക്ക വിധം അവരുടെ മുമ്പിലൊന്നും ഒരു പ്രകടനമായി കപടമായിട്ടുള്ള ഒരു അവസ്ഥയായി ഇത് മാറാതെ അവിടുന്ന് കാക്കണമേ. ഉപവസിക്കുന്നതെല്ലാം സ്വർഗീയ പ്രതിഫലം തരുമെന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. എന്നാലും മറ്റുള്ളവർ ഞങ്ങൾ ഉപവസിക്കുന്നു എന്ന് കാണിക്കുവാൻ തക്ക വിധത്തിൽ ദൈവമേ ഞങ്ങളുടെ മുഖം വികൃതമാക്കാനോ ഒന്നും ഇടയാവാതെ ആരും അറിയാത്ത വിധത്തിൽ ഉപവാസം എടുക്കാനും പ്രാർത്ഥിക്കാനും ദാനധർമ്മം ചെയ്യാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റ് ആകുല ചിന്തകൾപ്പെട്ട് ദൈവമേ ജീവിതത്തിൽ പ്രയാസത്തിലൂടെ കടന്നു പോകാതെ ദൈവമേ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അധ്വാനിക്കുന്ന മനുഷ്യരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കണ്ണുകളെ ദൈവമേ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായി ദൈവമേ ഇന്ദ്രിയ ജയമെന്ന ആത്മാവിന്റെ ഫലം ദൈവാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് ദൈവമേ ഞങ്ങൾക്ക് തരണമേ. കാണാൻ പാടില്ലാത്തത് കാണേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കണ്ണടച്ച് കളയാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങനെ ദൈവമേ ഞങ്ങളുടെ ശരീരം പ്രകാശിതമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. പണത്തെയും ലോകത്തെയും ജഡത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അങ്ങ് വെളിപ്പെടുത്തിയത് കൊണ്ട് ദൈവമേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് അങ്ങയുടെ കരുണയോട് യാചിക്കുന്നു ദൈവമേ. അതോടൊപ്പം തന്നെ അവിടുന്ന് 37-ാം സങ്കീർത്തനത്തിലൂടെ നീതിമാന് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ പറ്റിയും ദുഷ്ടന് വരുന്ന തകർച്ചകളെ പറ്റിയും വളരെ വ്യക്തമായി ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ദൈവമേ ദുഷ്ടതയിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികളാകാതെ അങ്ങയുടെ വചനപ്രകാരം നീതിയുള്ളവരായി വിശുദ്ധിയുള്ളവരായി ദൈവമേ നിഷ്കളങ്കരായി ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും അവിടുത്തെ ആത്മാവിൽ നിറച്ച് നീതിമാന്മാരായി ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യുകയും ചെയ്യണമെന്ന് അങ്ങയുടെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദുഷ്ടനും അവന്റെ സന്തതിയും തകർക്കപ്പെടുമെന്ന് വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ദൈവമേ. അതുകൊണ്ട് ഞങ്ങളുടെ തലമുറകൾ നശിച്ചു പോകാതെ വണ്ണം ദൈവമേ തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നീതിയുള്ളവരായി നിലകൊള്ളുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയില്ലാതെ ദൈവമേ ഞങ്ങൾക്ക് ഇതിന് സാധിക്കില്ലല്ലോ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അപ്പോസ്തലന്മാരെ, പ്രത്യേകിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ, ഇന്ത്യയുടെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലീഹായെ, സകല അപ്പോസ്തലന്മാരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇടവകയുടെ കാവൽ പിതാവായ മോർ ഗീവറി സഹദായെ, പരിശുദ്ധനായ പരിമല തിരുമേനി,
പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവായെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളുടെ നൊമ്പരങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങൾക്ക് അവിടുന്ന് തന്നതും ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ച മുറിവുകളും എല്ലാം അങ്ങയുടെ പാദപീഠ സമർപ്പിക്കുന്നു. സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം ഞങ്ങളെ അവിടുന്ന് വലിയ കരുതലോടെ പരിപാലിച്ച് വഴി നടത്തിയല്ലോ ദൈവമേ. ഒത്തിരി ബലഹീനതകളുണ്ട്, ഒത്തിരി കുറവുകളുണ്ട് ദൈവമേ, എന്നാലും അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ കരുണയുടെ കീഴിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ടും സമർപ്പിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.